ഏ, ചെന്നൈയിൻ എഫ് സിയുമായിട്ട് പൊട്ടിത്തകർന്ന കേരള ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായ 4 മത്സരം പൊട്ടി അങ്ങനെ വൈബായിട്ട് പോവുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. വൈബ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയാം. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തോക്കുന്ന ഇപ്പോൾ ഒരു ഒരു പാർട്ടിയായിട്ട് നമ്മൾ പാർട്ടിയൊക്കെ നടത്തത്തില്ലേ, അങ്ങനെ ഭയങ്കര നമുക്ക് എൻജോയ് ചെയ്യുന്ന, തോക്കുന്നവരെ എൻജോയ് ചെയ്യുന്ന ഒരു ബ്ലാസ്റ്റേഴ്സിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പം കളിക്ക് ശേഷം ഡേവിഡ് കാറ്റല പറയുകയാണ് ചില കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞിട്ട് പോകുന്ന ഒരു കാര്യമാണ് ഡേവിഡ് കാറ്റല. എപ്പോഴും എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും ഡേവിഡ് കാറ്റല എന്നുള്ളതാണ്. ഇപ്പോൾ ഡേവിഡ് കാറ്റല പറയുന്നത് എന്ന് വെച്ചാൽ, വി ഹാഡ് ഓപ്പോണൻസ് ടു സെക്കൻഡ് ഹാഫ്. നമ്മൾ രണ്ടാം പകുതിയിൽ കുറഞ്ഞത് ഒരു സമനിലയെങ്കിലും നേടാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നു എന്നുള്ളതാണ്. ഒരു സമനിലയെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു രണ്ടാം പകുതിയിൽ എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഗെറ്റ് എ ഡ്രോ, അറ്റ്ലീസ്റ്റ് ഒരു ഡ്രോ എങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചു എന്നാണ് ഡേവിഡ് കാറ്റാല പറയുന്നത്. അതുകൂടാതെ തന്നെ ഡേവിഡ് കാറ്റാല മറ്റൊരു കാര്യം കൂടി പറയുന്നത്, വി കനോട്ട് എക്സ്പെക്ട് ഫാൻസ് ടു കം ഹിയർ ടു ഫിൽ ദ സ്റ്റേഡിയം. അപ്പം ആരാധകർ സ്റ്റേഡിയത്തിൽ കളി കാണാൻ ഇവിടെ വരുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളത് അർഹിക്കുന്നില്ല, ആ ഒരു കാര്യം നമ്മൾ അർഹിക്കുന്നില്ല. ആരാധകർ സ്റ്റേഡിയത്തിൽ വന്ന് സ്റ്റേഡിയം ഫില്ലായിക്കൊണ്ടിരിക്കാനൊന്നും നമ്മൾ അത്ര മികച്ച ഒരു രീതിയിലല്ല പോകുന്നത്. ആ കാര്യം നമ്മൾ ഡു നോട്ട് ഡിസേർവ് പീപ്പിൾ ക്യാൻ ബി ഡിസപ്പോയിൻറ്റഡ്, ഇറ്റ്സ് നോർമൽ. അപ്പം ആളുകൾ നിരാശപ്പെടും, അത് സാധാരണമാണ് എന്ന് തന്നെ ഡേവിഡ് കാറ്റാല പറയുമ്പോൾ, സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഡേവിഡ് കാറ്റാലയ്ക്ക് തന്നെ മനസ്സിലായി, സത്യം പറഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് വളരെ മോശമാണ്. സത്യം പറഞ്ഞ ബ്ലാസ്റ്റേഴ്സ് വളരെ മോശത്തിൽ കൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു റെലഗേഷനൊക്കെ സാധ്യത വരുമെന്ന് തോന്നുന്നു. കാരണം ഒരു ടീമിൻ്റെ കൂടെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയുന്നില്ല എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഡിസപ്പോയിൻമെൻറ്റ് എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ഡേവിഡ് പറയുമ്പോൾ, അവർ റിയാലിറ്റി സേവ് ദ ടീം ദിസ് സീസൺ. അപ്പം ഈ സീസണിനെ നമ്മൾ ടീമിനെ രക്ഷിക്കുക എന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പരമപ്രധാനമായിട്ടുള്ള കാര്യം. ഡേവിഡ് കാറ്റല പറയുന്നു, കഴിഞ്ഞ സീസൺ പോലെയല്ല ഇത്, നമ്മൾ കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുക, അതുപോലെ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തുക, ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയത്. എന്തായാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം, മികച്ച രൂപത്തിലെത്താനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം എൻ്റെ ഭാഗത്താണ് എന്നും കൂടി ഡേവിഡ് കാറ്റല പറയുന്നു. ഈ ടീം മികച്ച രൂപത്തിൽ തന്നെ പോകുമെന്ന് നമുക്ക് തോന്നുന്നു. കൂടുതൽ പോയിന്റുകൾ നേടാൻ നമ്മൾക്ക് ഈ ടീം കൊണ്ട് മതിയാവും എന്ന് തന്നെ ഞാൻ കരുതുന്നു എന്ന് തന്നെ ഡേവിഡ് കാറ്റല പറയുമ്പോൾ, ഡേവിഡ് കാറ്റല വളരെ കൃത്യമായി പറയുന്നു, ഐ തിങ്ക് വി ഹാവ് യങ് ടീം അറ്റ്ലീസ്റ്റ് ടു ഗെറ്റ് മോർ പോയിന്റ്സ് എന്ന് ഡേവിഡ് കാറ്റല പറയുമ്പോൾ, പ്രതീക്ഷകൾ ഉണ്ട് എന്നാണ് ഡേവിഡ് കാറ്റല പറഞ്ഞു വെക്കുന്നത്. എന്തായാലും സത്യം പറയാൻ പ്രതീക്ഷകളൊക്കെ എല്ലാം പോയി, ഉള്ളതും പോയി. നേരത്തെ കളി 4 പൊട്ടി അങ്ങനെ ഒരു രീതിയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് പോവുകയാണ്. എന്തായാലും ഇനി അടുത്ത ഈസ്റ്റ് ബംഗാളാണ്, ആ കളിയെങ്കിലും ഒന്ന് വിജയിച്ച് കയറട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.